ഈ പ്രപഞ്ചത്തിൽ എണ്ണിയാൽ തീരാത്തത്ര ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണുള്ളത്. ഈ നക്ഷത്രങ്ങളെ ചുറ്റുന്ന കുറേ ഗ്രഹങ്ങളും. അതായത് ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഗ്രഹങ്ങളൊന്നുമില്ലാത്ത നക്ഷത്രങ്ങൾ മാത്രമുള്ള ഒരു ഗാലക്സി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ഇങ്ങനെയൊരു ഗാലക്സിയെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ എന്നും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബിഗ് ബാങ്ങിന് ശേഷമുള്ള ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും രൂപീകരണത്തെക്കുറിച്ചൊക്കെ അറിയാൻ. 13.8 വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് സംഭവിച്ചത്. ഇത് പ്രപഞ്ചത്തിൻ്റെ ആരംഭമാണെന്ന് പല ശാസ്ത്രജ്ഞരും ഇന്ന് വിശ്വസിക്കുന്നില്ല. ബിഗ് ബാങ്കിന് മുമ്പ് പ്രപഞ്ചത്തിലുള്ള എല്ലാം, സ്പേസ്, ടൈം, മാറ്റർ, എനർജി ഇവയെല്ലാം ചുരുങ്ങി ഒരു പോയിന്റിലായിരുന്നു. ഇതിനെ സിംഗുലാരിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ബിഗ് ബാങ്കിന് ശേഷമാണ് സ്പേസും ടൈമും പോലും ഉണ്ടായത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പല തിയറികളും ഇന്ന് നിലവിലുണ്ട്. സമയം പോലും ബിഗ് ബാങ്ങിന് ശേഷമാണ് ഉണ്ടായത്. അതിനാൽ അതിനു മുമ്പ് എന്ന ചോദ്യം പോലും അർത്ഥമില്ലാത്തതാണ് എന്നാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്നാൽ ബിഗ് ബാങ്ങിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ഏക അഭിപ്രായമാണുള്ളത്. എന്നിരുന്നാലും പ്രപഞ്ചത്തിൽ ആദ്യം രൂപപ്പെട്ട നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചുമുള്ള വ്യക്തമായ ഉത്തരം ശാസ്ത്രജ്ഞരുടെ കയ്യിലില്ല. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വലിയ കണ്ടുപിടുത്തം ജെയിംസ് വെബ് ടെലസ്കോപ്പ് നടത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഇന്നോളം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഒരു ഗാലക്സിയെ കണ്ടെത്തിയിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ജേഴ്സ് GS-Z14-0 എന്നാണ് ഈ ഏൻഷ്യൻ ഗാലക്സിയുടെ പേര്. ജേഴ്സ് എന്ന് പറയുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വെച്ചുള്ള ഒരു ഡീപ്പ് സർവേ ആണ്. അതിൽ കിട്ടിയ ഒരു ഗാലക്സിയാണിത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്നാൽ അതീവ ദൂരെയുള്ള, അതായത് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്ത് പിറന്ന ഗാലക്സികൾ കണ്ടെത്തുക, ഗാലക്സികളുടെ രൂപീകരണം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുക, ഏറ്റവും പഴക്കമുള്ള നക്ഷത്രങ്ങൾ, പെട്ടെന്ന് രൂപപ്പെട്ട ഗാലക്സികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക, ഇവയെല്ലാമാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഈ ഗാലക്സിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അത് ഈ ഗാലക്സിയുടെ പഴക്കമാണ്. 13.5 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഗാലക്സി. അതായത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് വെറും 290 ദശലക്ഷം വർഷം കഴിഞ്ഞ് മാത്രം രൂപപ്പെട്ടത്. പ്രപഞ്ചം രൂപപ്പെടുന്നതിന് ശേഷം സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഈ ഗാലക്സിയെ പഠിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഇതായിരിക്കും ബിഗ് ബാങ്ങിന് ശേഷം രൂപപ്പെട്ട ആദ്യത്തെ ഗാലക്സി. അല്ലെങ്കിൽ ഇതിനു മുമ്പും ഒരുപാട് ഗാലക്സികൾ രൂപപ്പെട്ടിരിക്കാം. ഇതിനു മുമ്പ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് കണ്ടെത്തിയ ജേഴ്സ് GS-Z13-0 എന്ന ഗാലക്സിയായിരുന്നു ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഡിസ്റ്റൻ്റായ ഗാലക്സിയുമായി കണക്കാക്കപ്പെട്ടിരുന്നത്. 2022 ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഈ ഗാലക്സിയെ കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ജേഴ്സ് GS-Z14-0 എന്ന ഏൻഷ്യൻ്റ് ഗാലക്സി അതിനേക്കാൾ ഓൾഡസ്റ്റ് ആയതും ബിഗ് ബാങ്ങിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ ഗാലക്സിയാണ്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ ഗാലക്സിയിൽ നമുക്ക് പ്ലാനറ്റ്സിനെ കാണാൻ സാധിക്കില്ല എന്നതാണ്. എല്ലാ ഗാലക്സികളിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാൽ നക്ഷത്രങ്ങൾ മാത്രമുള്ള ഗ്രഹങ്ങളില്ലാത്ത ഗാലക്സികൾ സാധ്യമാണോ? ഗ്രഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് ഹെവി എലമെൻറ്റ്സ് ആവശ്യമാണ്, പ്രത്യേകിച്ച് എർത്ത് പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ടാവണമെങ്കിൽ. ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് ഉണ്ടായിരുന്നത്. 100 മില്യൺ ഇയേഴ്സിനും 200 മില്യൺ ഇയേഴ്സിനും ഇടയിലാണ് ആദ്യത്തെ നക്ഷത്രം പ്രപഞ്ചത്തിൽ ഉണ്ടായി എന്ന് കരുതപ്പെടുന്നത്. ഈ നക്ഷത്രങ്ങളെ പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്നുള്ള നക്ഷത്രങ്ങളെ കൂട്ടല്ല, ഹൈഡ്രജനും ഹീലിയവും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെട്ടവയാണ്. അതിനാൽ ഇവ വളരെ വലിയവയും ചൂടേറിയതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളുടെ ലൈഫ് സ്പാൻ വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ ഇവ കത്തിത്തീർന്നു പോകും. പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്നറിയപ്പെടുന്ന ഇവയുടെ ഉള്ളിലാണ് ആദ്യത്തെ ഹെവി എലമെൻറ്റ്സ് അയൺ, ഓക്സിജൻ, കാർബൺ തുടങ്ങിയവ ഉണ്ടായത്. ഇതിനുശേഷം ഏകദേശം 300 മില്യൺ തൊട്ട് 400 മില്യൺ ഇയേഴ്സിൻ്റെ ഇടയിലാണ് ആദ്യത്തെ ഗാലക്സികൾ ഉണ്ടായത്. സ്പേസിലെ സ്റ്റാർസും ഗ്യാസും ഡാർക്ക് മാറ്ററും എല്ലാം ഗ്രാവിറ്റി കാരണം കൂടിച്ചേർന്നാണ് ആദ്യത്തെ ഗാലക്സി രൂപപ്പെട്ടത്. ഇവ വളരെ ചെറുതും ഇറഗുലർ ഷേപ്പിൽ ഉള്ളവയുമായിരുന്നു. ആദ്യകാല ഗാലക്സികളിൽ ഹെവി എലമെൻറ്റ്സ് തീരെ കുറവായതിനാൽ ഇവിടെ ഗ്രഹങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. നക്ഷത്രങ്ങളുടെ ഉള്ളിലാണ് ഹെവി എലമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അവ പൊട്ടിത്തെറിച്ച് അഥവാ സൂപ്പർനോവ സംഭവിച്ച് ഈ എലമെൻറ്റ്സ് യൂണിവേഴ്സ് മൊത്തം സ്പ്രെഡായി. നമ്മളിന്ന് ഈ കാണുന്ന കല്ലും മണ്ണും പാറയും നമ്മുടെ ശരീരവുമെല്ലാം ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടതാണ്. ഇനി അവിടെ ഏതെങ്കിലും പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ അത് ജൂപ്പിറ്റർ പോലുള്ള ഗ്യാസ് പ്ലാനറ്റ്സ് ആയിരിക്കും. എന്നാൽ ഇന്നും ഈ ഗാലക്സി പ്രപഞ്ചത്തിൽ നശിച്ചു പോകാതെ ഉണ്ടെങ്കിൽ അവിടെ പ്ലാനറ്റ്സ് ഉണ്ടാകും. 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗാലക്സി.
അതിനർത്ഥം 13.5 ബില്യൺ വർഷം മുമ്പുള്ള ഗാലക്സിയാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നാം കാണുന്നത്. ലൈറ്റിന് അത്രയും വർഷമെടുക്കും ഇവിടെ എത്താൻ. ചിലപ്പോൾ ഈ ഗാലക്സി മറ്റ് ഗാലക്സികളുമായി കൂടിച്ചേർന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവാം. ഇന്നുള്ള അവസ്ഥ അറിയണമെങ്കിൽ വീണ്ടും ഒരു 13.5 ബില്യൺ ഇയേഴ്സ് കഴിയണം. അതായത് പാസ്റ്റാണ് നമ്മൾ കാണുന്നത്, പ്രസൻറ്റ് കാണാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ സ്പേസിൽ എത്ര ദൂരേക്ക് നോക്കുന്നുവോ അത്രയും കാലത്തിന് പുറകോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ് ബിഗ് ബാങ്ങിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത്. ഈ കാഴ്ചയെല്ലാം പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്, എങ്ങും പോകുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം 1000-ഓ 10,000-ഓ വർഷങ്ങൾ കഴിഞ്ഞാലും പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും കാണാൻ സാധിക്കുമെന്നർത്ഥം. മറ്റൊരു വിചിത്രമായ രഹസ്യം എന്തെന്നാൽ ജേഴ്സ് GS Z14-0 എന്ന ഗാലക്സി നശിച്ചു പോവാണ്ട് ഇന്നുമുണ്ടെങ്കിൽ ഇവിടേക്കുള്ള ദൂരം 33.6 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. 13.5 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗാലക്സി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ദൂരം കൂടാൻ കാരണം? കാരണം യൂണിവേഴ്സ് എക്സ്പാൻഷനാണ്. ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്പേസ് തന്നെ സ്ട്രെച്ച് ചെയ്യുകയാണ് എന്നർത്ഥം. ഉദാഹരണത്തിന് ബലൂൺ വിറപ്പിക്കുമ്പോൾ അതിലെ 2 ഡോട്ടുകൾ തമ്മിൽ അകലുന്നത് പോലെ പ്രപഞ്ച വികാസം കാരണം പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റും സ്ട്രെച്ച് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടപ്പെടുന്നത് പോലെ. ഇതിനാൽ പ്രകാശത്തിനൊരു റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ലൈറ്റിന് കൂടുതൽ റെഡ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നതിനർത്ഥം ഗാലക്സികൾ കൂടുതൽ അകലെയാണ് എന്നാണ്. സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് ഈ ലൈറ്റ് വിഭജിച്ച് ലൈനുകൾ എത്ര മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ ആ ഗാലക്സി എത്ര അകലെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ജേഴ്സ് GS Z14-0 എന്ന ഗാലക്സിയുടെ റെഡ് ഷിഫ്റ്റ് 14 ആണ്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആണിത്. ഈ ഗാലക്സിയെ പഠിക്കുന്നത് വഴി പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള കുറേയധികം വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ഇതാണ് പ്രപഞ്ചത്തിലുണ്ടായ ആദ്യത്തെ ഗാലക്സി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പും പല ഗാലക്സികളും ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ആദ്യകാലങ്ങളിലുണ്ടായ ഗാലക്സികളിൽ ഗ്രഹങ്ങൾ രൂപപ്പെടാൻ സാധ്യത തീരെ കുറവാണ്. എന്നുവെച്ചാൽ നക്ഷത്രങ്ങൾ മാത്രമുള്ള ഗാലക്സികളെ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ആരംഭകാലത്ത് നമുക്ക് കാണാൻ സാധിക്കൂ.